1926 നവംബർ 1 പരുമലയിൽ ചേർന്ന എപ്പിസ്കോപ്പൽ സിനഡ് മലങ്കരയിൽ സമാധാനം സ്ഥാപിക്കാനായി കത്തോലിക്ക സഭയുമായുള്ള കൂട്ടായ്മയ്ക്ക് വത്തിക്കാനുമായി വീണ്ടും ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് റോമുമായി ആവശ്യപ്പെട്ട കത്തിടപാടുകൾ നടത്താൻ സിനഡ് ബെഥനി ബിഷപ്പായ മാർ ഇവാനിയോസിനെ ചുമതലപ്പെടുത്തി. 1928 ഡിസംബർ 17 രണ്ടാം കാതോലിക്കോസ് മരണപ്പെടുന്നു. പരേതനായ കാതോലിക്കസിന്റെ പിൻഗാമിയായി മോറോൻമോർ ബസൂലിയോസ് ഗീവർഗീസ് രണ്ടാമൻ സ്ഥാനാരോഹണം ചെയ്തു. സ്ഥാനാരോഹണത്തിന്റെ പിറ്റേന്ന് അദ്ദേഹം ബെഥനിയിലെ മാർ തയോഫിലോസിനെയും പാമ്പാടിയിലെ മാർ ഗെഗ്രോറിയോസിനെയും ബിഷപ്പുമാരായി വാഴിച്ചു. അതേസമയം വട്ടിപ്പണത്തിനായുള്ള വ്യവഹാരത്തെക്കുറിച്ചുള്ള സിവിൽ കോടതിയുടെ തീരുമാനം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി പ്രഖ്യാപിച്ചു. ഇത് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കുള്ള ഒരു സിവിൽ നിയമപരമായ പിന്തുണയായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ വത്തിക്കാനുമായുള്ള കൂട്ടായ്മയുടെ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. നീണ്ട ചർച്ചകൾക്ക് ശേഷം 1930 ജൂലൈ 4 ചേർന്ന പൗരസ്ത്യ സഭകൾക്കുള്ള തിരുസംഘത്തിന്റെ പ്ലീനറി സെക്ഷൻ മലങ്കര സഭയുടെ കൂട്ടായ്മയെക്കുറിച്ചുമുള്ള വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നു. എന്നാൽ ബെഥനിയിലെ മെത്രാപ്പോലീത്ത മാർ ഇവാനിയോസും ജേക്കബ് മാർ തയോഫിലോസും മാത്രമാണ് സിനഡിന്റെ ആദ്യകാല തീരുമാനത്തിൽ ഉറച്ചു നിന്നത്. മാർ ഇവാനിയോസും മാർ തയോഫിലോസും ഫാദർ ജോൺ കുഴിനപുരവും ഡീക്കൻ അലക്സാണ്ടർ ഒയേസിയും ചാക്കോ കിള്ളിലത്ത് എന്നിവരും കൊല്ലം രൂപതയിലെ ബിഷപ്പ് അലോഷ്യസ് മരിയ ബെൻസിക്കർ മുൻപാകെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും 1930 സെപ്റ്റംബർ 20 കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെടുകയും ചെയ്തു. 1932 ഫെബ്രുവരി 11 പ്രസിദ്ധീകരിച്ച മാഗ്നം നോബിസ് എന്ന പേപ്പൽ രേഖയിലൂടെ പുനരൈക്യ വിശ്വാസികളുടെ ഭരണത്തിനായി പിയൂസ് 11 മാർപ്പാപ്പ ഒരു ഇടക്കാല കാനോനിക്കൽ വ്യവസ്ഥ പുറപ്പെടുവിച്ചു. പുനരൈക്യ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചതോടെ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് 1932 മെയ് മാസം 2 മെയ് മാസം 11 വത്തിക്കാനിലെത്തി പിയൂസ് 11 മാർപ്പാപ്പയെ 3 തവണകളിലായി വ്യക്തിപരമായി സന്ദർശനം നടത്തി. 1932 മെയ് 2 പിയൂസ് 11 മാർപ്പാപ്പ പാലിയും അണിച്ചു മാർ ഇവാനിയോസിനെ.